ഒരു സംഗതി വ്യക്തത. നമ്മുടെ ഈ കേരളത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ബി.ജെ.പിക്കാർ എത്ര വർഷം പുറകിലോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു ക്ലിയർ ആൻസർ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ അഞ്ജലി നായർ ചേച്ചി എന്തായാലും കൃത്യമായി ഒരു 23 വർഷമെങ്കിലും പുറകിലാണ്. 2003, 2004 അക്കാഡമിക് ഇയറിലെ കാര്യമാണ് പറയുന്നത്. അന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 5ാം ക്ലാസ്സിലേക്ക് കയറുന്ന ആ ഒരു സമയമാണ്. ആ സമയത്ത് പെട്ടെന്ന് അത്യാവശ്യം പഠിക്കുന്ന, അതുപോലെ തന്നെ കുറച്ച് താല്പര്യമുള്ള കുറച്ച് കുട്ടികളൊക്കെ കൂട്ടിച്ചേർത്തിരുത്തി ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ തന്നിട്ട് പെട്ടെന്നൊരു ഒരു ക്രാഷ് കോഴ്സ് പരിപാടി സമ്മർ വെക്കേഷനിൽ സ്കൂളുകാരെ തട്ടിക്കൂട്ടി. എന്നിട്ട് 5ാം ക്ലാസ്സിലേക്ക്, അതായത് അത്ര നാളും നമ്മളിവിടെ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് CBSE, ICSE സ്കൂളുകൾ മാത്രമാണ്. കേരള സിലബസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ആദ്യമായിട്ട് ഇംഗ്ലീഷ് സിലബസ് നടപ്പിലാക്കുന്ന ഒരു തീരുമാനം സർക്കാർ കൊണ്ടുവന്നു. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ, കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ നിന്ന് SSLC ഇംഗ്ലീഷ് ബാച്ചിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് അവസാനം അതും കഴിഞ്ഞ് ഇത്രയും കാലങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്, 2003, 2004 ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആക്കുന്നു. എത്ര കണ്ട് വിവരം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയണ്ടേ?